നമ്മളിതാ രാവിലെ തന്നെ വല നോക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞും കൂടെ വന്നായിരുന്നു. പക്ഷേ ഇവിടെ ചെന്നയുണ്ട് കേട്ടോ. ഡാമിൻ്റെ സൈഡ് ചെന്ന ഉള്ളതുകൊണ്ട് നമ്മളിതിന് സൈഡ് നിർത്തിയില്ല, വെള്ളത്തെ തന്നെ കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പം ഇന്ന് വല നോക്കാനായിട്ട് ഇവരും കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മ്ലാവിനെ ചെന്ന ഓടിച്ച് വെള്ളത്തിൽ ചടിച്ചായിരുന്നു. അത് നീന്തി കയറി. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വല നോക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു മുഴുത്ത വാള കിട്ടുന്നുണ്ട്, ചൊട്ടാവാള. ഇതുകൊണ്ട് കണിക്കന്ന് പോത്തിക്കുന്നുണ്ടോ. ഇതിവിടെ പണ്ടുള്ള ആൾക്കാർ നട്ടുവെച്ച കേട്ടോ. ഇത് കുടിയർക്ക് വരുന്നതിന് മുമ്പുള്ള ആൾക്കാർ നട്ടുവെച്ചിട്ട് പോയ കണിക്കുന്ന ഇത്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഡാം പണിയാൻ നേരത്ത് ഇവിടെ കുടിയിറക്കി വിട്ടതാണ്. ഇടുക്കി ഡാം പണിയാൻ നേരത്ത്. അന്ന് കുടിയിറക്കി വിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ വലിയ പട്ടണമായി പോകേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറക്കി വിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇത് വെള്ളത്തിൻ്റെ അടിയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വേങ്ങാനം, വൈരമണി അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇപ്പം അവിടെയൊക്കെ ഇപ്പോഴും പെരത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂള്, പള്ളി എല്ലാം ഇപ്പം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ താമസിച്ച് ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അവർക്കൊക്കെ വേറെ സ്ഥലം കൊടുത്ത് ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് അറിയുന്നത്. നമുക്ക് അടുത്തൊരു വലിയ വള കിട്ടി. പട്ടിക്കൂട്ടൻ ആകാട്ടയുടെ നോക്കട്ടെ എന്നാ സംഭവം നോക്കും. പിന്നെ വെള്ളത്തിലാകുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ടോ. നമ്മുടെ കൂടെ വന്ന് ബാക്കി 2 കുട്ടികളാണ് കേട്ടോ. നമ്മുടെ ട്യൂണിയും ടൂണിയാണ് നിൽക്കുന്നത്. എന്നാലും നമ്മൾ വന്നെങ്കിലേ കയറി പോകത്തുള്ളൂ. എന്തോരം പക്ഷികൾ കറന്നു കേട്ടോ. മൈന കേട്ടോ കറന്ന് മൊത്തം. ആ ഒരു മല മൊത്തം പക്ഷികൾ വന്നു. അപ്പറേ പിടിക്കാം. വെള്ളത്തിൻ്റെ അടിയിലായിട്ട് എന്തൊരു മീൻ കിടപ്പുണ്ട്. വരാലാണോ ഡൗട്ടുണ്ട്. ഞണ്ട് തിന്നേനെ. വരാലായിരുന്നു കേട്ടോ. പക്ഷേ അതിനെ എന്തോ തിന്നിട്ടുണ്ട്. ആമയോ ഞണ്ടോ മറ്റാണ്. അവൻ കൊതിയൊക്കെ വിടുന്നുണ്ട്. പക്ഷേ അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല. വെള്ളത്തിലായതുകൊണ്ട് അവൻ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. വീട്ടിൽ വന്നാൽ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. പക്ഷേ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മര്യാദയാണ്. ഇത് അടുത്തൊരു നാടൻ സിലോപ്പിയാട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരു കുഞ്ഞൻ സിലോപ്പിയാണ്. കുഴപ്പമില്ല, പറക്കാം. നല്ല ടേസ്റ്റാണ് അതിന്. പുഴവലല്ലേ. ഇവിടെ കളന്നെന്ന് പറയുന്ന സാധനമുണ്ടോ. അത് ഈ വലയെല്ലാം കയറി ഇറങ്ങി കിടക്കുന്നുണ്ടോ. മരി മീൻ തിന്നുന്നതാണ് പിടിച്ച്. മല കിടക്കുന്ന മീനൊക്കെ മാരി എടുത്ത് തിന്നും. ഭയങ്കര ശല്യമാണ് മാര്. മുത്തമ്മയുടെ കൂട്ടി പിടിച്ച് ഇത് അടിക്കെന്തോ ഉടക്കിയിട്ടുണ്ട്. മീനാണോ എന്താണെന്ന് അറിയത്തില്ല.
അടിക്കടി നല്ലതായിട്ട് ഉടക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്, അതൊരു വാളായിരുന്നു കേട്ടോ. അല്ലേ ഇപ്പം പിടിച്ചോളാം തോന്നുന്നു. അപ്പം കിട്ടിയ മീനെ എല്ലാവരും നമുക്ക് കുടഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. നമുക്ക് ഡാമിൻ്റെ സൈഡിലേക്ക് കൊണ്ട് എല്ലാത്തിനാണ് കുടഞ്ഞില്ല, എന്നിട്ട് കാണാം. അങ്ങനെ ഇന്നലെ പിടിച്ചാണോ? ഇന്നലെ പിടിച്ചത്. പകല് പിടിച്ചായിരിക്കും. ഇന്നലെ മിനിഞ്ഞാന്നങ്ങനെ പിടിച്ചതാ. ഇരിക്കുവായിരുന്നു. ടയറുണ്ടെന്ന്. കുഴപ്പമില്ല. ഇത് നല്ലൊരു പൂവൻ സിലോപ്പി കേട്ടോ, നല്ല കറുത്തിരിക്കുന്നുണ്ടോ. ഒരു വാള ഉണ്ടോ? ഒരു വാള. ഈ പുല്ലിനകത്ത് കാണത്തില്ല കേട്ടോ. പുല്ല് അനങ്ങുന്നുണ്ടോ നോക്കിയതാ. ഇറക്കി കിട്ടിയിട്ട് കാര്യമില്ല, കഴുകിനകത്ത് വെച്ചിട്ട് സൈഡിലായിട്ടൊരു വലാല് പിടിച്ചിറക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് മീനെ കാണിച്ചിരാം കേട്ടോ. ഇങ്ങോട്ട് കൊടുത്തിടാം. ഇത്ര മീൻ നോക്കിയിട്ടുണ്ട്. പടാ അടിപൊളിക്കും ഓക്കെ. വളരെ പറഞ്ഞാൽ നല്ല സൈസ് വളയാണ് കേട്ടോ. അടിപൊളി വളയാണ്.
ചൊട്ടാവള വരാല് രണ്ടെണ്ണം ഉണ്ട്. സിലോപ്പിയ, നല്ല നാടൻ സിലോപ്പിയ. എടാ ഇപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ. അതുപോലെ യൂട്യൂബിൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.